ഹലോ എവ്രി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ന്യൂ എസ് ആർ ടി സീരീസിലെ മറ്റൊരു ക്ലാസ് ആണ്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വന്നതിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഏത് ചാപ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 2ലെ ഭാഗം 1 വരുന്ന ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ് കാണുക, എന്നാലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ആക്ച്വലി ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് 3 കാണണം. ഓക്കെ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയാണ് നമ്മുടെ ചാപ്റ്റർ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാറ്റ്, വിവിധ തരം കാറ്റുകൾ, അവയുടെ വിശദാംശങ്ങളൊക്കെ പഠിച്ച് എവിടെ എത്തി? നമ്മളിവിടെ ആർദ്രത എന്നൊരു ടോപ്പിക്കിലേക്ക് എത്തി. എന്താണ് ആർദ്രത എന്നത് പറഞ്ഞു നിർത്തുകയാണ് നമ്മൾ ചെയ്തത്. എന്തായിരുന്നു ആർദ്രത എന്നുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സൗരോർജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത എന്ന് പറയുന്നത്. അപ്പം എന്താണ് ശരിക്കും ആർദ്രത? എന്താണ് ആർദ്രത എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി, അതാണ് അറ്റ്മോസ്ഫറിക് ഹ്യൂമിഡിറ്റി ആണ്. അന്തരീക്ഷ വായുവിലെ ജലാംശമാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശമാണ് ആർദ്രത. ജലം ചൂടാകുമ്പോൾ നീരാവിയായി ഉയർന്നു പൊങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരത്തിൽ സമാനമായി സൂര്യതാപമേറ്റുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയെക്കുറിച്ച് ചെറിയ ക്ലാസ്സിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ജലം നീരാവിയായിട്ട് മാറുന്നത്? നമുക്കറിയാം, അന്തരീക്ഷത്തിലേക്ക് ജലം എത്തിച്ചേരുന്നുണ്ട് വിവിധ പ്രക്രിയയിലൂടെ. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ബാഷ്പീകരണവും ആർദ്രതയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ ആർദ്രതയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആർദ്രതയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എത്ര അളവിൽ ജലമുണ്ട് എന്നുള്ളത്, ജലത്തിൻ്റെ ലഭ്യത, അതുപോലെ എത്ര താപനില ഉണ്ട്, താപം സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ വായുവിൻ്റെ സ്വഭാവം ഒക്കെ ഈ ഒരു ആർദ്രത എന്നതിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ജലം നീരാവിയായി ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ അദൃശ്യമായി ഇത്തരത്തിലുള്ള ജലാംശം ഉണ്ടാകുന്നുണ്ട്. ജലബാഷ്പം അദൃശ്യമായിക്കൊണ്ട് അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെയാണ് അന്തരീക്ഷ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഹ്യൂമിഡിറ്റി. അതേപോലെ നിശ്ചിത വ്യാപ്തം, ഇത് നമ്മളിവിടെ നമ്മൾ ജനറൽ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ നമ്മൾ കേവല ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ നമ്മൾ എന്താണ് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർദ്രത എന്നത്, ഹ്യൂമിഡിറ്റി. ഇനി ഇവിടെ ഒരു കണക്ക് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. കേവല ആർദ്രത. ഈ ഒരു കേവല ആർദ്രതയും അതുപോലെ ആർദ്രത, ഹ്യൂമിഡിറ്റി, ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയ്ക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും ഒക്കെ അനുസരിച്ച് അന്തരീക്ഷ ജലത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും അന്തരീക്ഷ താപനില, ജലസ്രോതസ്സുകളുടെ ലഭ്യത, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ജലലഭ്യത, താപം, അതുപോലെ വായുവിൻ്റെ സ്വഭാവം, ഇവയെല്ലാം കാരണം എന്താണ്? അന്തരീക്ഷ വായുവിൽ ജലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ആപേക്ഷിക ആർദ്രതയാണ്. നമ്മളിവിടെ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി കണ്ടു, അതുപോലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണ്ടു. ഇവ വെച്ച് നമുക്കൊരു ഇക്വേഷനാണ് ഇവിടെ നോക്കുന്നത്. എന്താണ് ആർദ്രത? ആപേക്ഷിക ആർദ്രത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആപേക്ഷിക ആർദ്രതയിലേക്ക് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞു വായുവിൻ്റെ സ്വഭാവം, ജലത്തിൻ്റെ ലഭ്യത, താപം, ഇവയെല്ലാം തന്നെ ആർദ്രതയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജലത്തിൻ്റെ അന്തരീക്ഷത്തിലെ അളവിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം ഇവയ്ക്ക് അവയെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് വെക്കാൻ കഴിയില്ല. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും
ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അതിവിടെ കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജലാകിരണ ശേഷി. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ യഥാർത്ഥ അളവ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത. കേവല ആർദ്രത ഒരു നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശം, അതാണ് അന്തരീക്ഷത്തിന്റെ ആകെ ജല ആകിരണ ശേഷി എന്ന് പറയുന്നത്. ഇതാണ് അനുപാതമായി നമ്മൾ കണക്കാക്കുന്നത്. ഈ അനുപാതം ശതമാനക്കണക്കിലാണ് കണക്കാക്കുന്നത്, അതുകൊണ്ടാണ് ഇൻറ്റു 100. ക്ലിയർ ആണോ? ആപേക്ഷിക ആർദ്രത ഈക്വൽ ടു കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജല ആകിരണ ശേഷി ഇൻറ്റു 100. ശതമാന നിരക്കിലാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഒരു ഉപകരണം. നമ്മൾ നേരത്തെ മർദ്ദം അളക്കുന്നത് കണ്ടു, അതുപോലെ കാറ്റിന്റെ ദിശയും സ്പീഡും ഒക്കെ അളക്കുന്ന ഉപകരണങ്ങളൊക്കെ കണ്ടു. അവയുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ? പാരോമീറ്റർ നമ്മൾ പഠിച്ചതാണ്, അനിമോമീറ്റർ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇതാ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹൈഗ്രോമീറ്റർ ഉണ്ട്. ഹൈഗ്രോമീറ്റർ എന്താണ്? ഹൈഗ്രോമീറ്റർ എന്നാൽ അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കാനായി സാധിക്കും. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്റർ ആണ് വരുന്നത്. 2 തെർമോമീറ്ററുകൾ ഉണ്ടാകും. ഒന്ന് സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തും. മറ്റൊരു തെർമോമീറ്ററിൻ്റെ ബൾബ് ഒരു മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞ് സദാ നനച്ച് വെക്കും. ഇത് വെറ്റ് ബൾബ് തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്, നനച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട്. ബൾബ് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ്? ഈ തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപമായിരിക്കും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ടാവുക. ഈ 2 തെർമോമീറ്ററുകളിലെയും താപനിലയിലെ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഒരു പൊതുവെ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു താപവ്യത്യാസം കണക്കാക്കുമ്പോൾ താപവ്യത്യാസം കൂടുതലാണെങ്കിൽ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും. ഇനി താപവ്യത്യാസം കുറയുന്ന സമയത്ത് ആപേക്ഷിക ആർദ്രത കൂടുതലും ആയിരിക്കും. ഓക്കെ ആണോ? ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും ഈ ഒരു ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പൂരിതാവസ്ഥയും അതുപോലെ പൂരിതാങ്കവും ഒക്കെയാണ്. എന്താ നോക്കാം. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് സാച്ചുറേഷൻ ലെവൽ, പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാങ്കം, സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നു. പൂരിതാങ്കം അഥവാ സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് പറയുന്നത്. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. ഇവിടെ അന്തരീക്ഷം പൂർണ്ണമായിട്ടും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുമ്പോഴാണ് ഘനീകരണം സംഭവിക്കുന്നത്. ഈ പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത, നമ്മളിവിടെ പറഞ്ഞ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രത 100% ഓക്കെ. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത 100% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാച്ചുറേഷൻ ലെവൽ പറഞ്ഞു. എന്തായിരുന്നു സാച്ചുറേഷൻ പോയിന്റ്? അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവാണ്. അതിനെ നമ്മൾ പൂരിതാങ്കം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇനി ഘനീകരണത്തിലേക്ക് വരാം. എന്താണ് ഘനീകരണം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീരാവി ഉൽപാദനം, ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്നുണ്ട്.
ആ ഒരു അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് ജലകണങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഘനീകരണം. അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് നമ്മൾ പറഞ്ഞ അന്തരീക്ഷത്തിലെ ആ ഒരു ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ ജലബാഷ്പം അദൃശ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ ആർദ്രത എന്ന പേരിട്ടാണ് വിളിച്ചത്. ഘനീഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഘനീഭവിച്ച് ജലകണികകളായിട്ട് ഈ ഒരു അന്തരീക്ഷ ജലാംശം മാറുമ്പോൾ അപ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലാംശം നമുക്ക് ദൃശ്യമാകുന്നത്. ഇങ്ങനെ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറി ഘനീകരണം സംഭവിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഘനീകരണ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം എന്നിങ്ങനെയൊക്കെയായി ഘനീകരണ രൂപങ്ങളുണ്ട്. ഇവ ഓരോന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കാം. ഇവ ഓരോന്നും എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തുഷാരം. എന്താണ് തുഷാരം? രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലത്തിലും പറ്റിപ്പിടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ തുഷാരം എന്ന് പറയുന്നത്. തുഷാരം. ഇനി ഹിമം എന്താണ്? ഹിമം അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ. ഇവിടെ നമ്മൾ തുഷാരത്തിൽ പറഞ്ഞപ്പോൾ രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്നാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹിമമാണെങ്കിൽ അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിലാണ് രാത്രികാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. ഒരല്പം കൂടി തണുപ്പ് കൂടുതലാണ് അവിടെ. താപനില 0°C സമയത്താണ്. മൂടൽമഞ്ഞ് എങ്ങനെയാണ്? മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് അവയെ നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നത്. അപ്പൊ എന്താണ് മൂടൽമഞ്ഞ്? അന്തരീക്ഷം തണുത്തു വരുന്ന സമയത്ത് നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായിട്ട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും പിന്നീട് പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടന്ന് മൂടൽമഞ്ഞുണ്ടാകുന്നു. ഈ മൂടൽമഞ്ഞിന് 2 തരത്തിൽ പറയാറുണ്ട്. നേർത്ത മൂടൽമഞ്ഞ് അതായത് മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ് അതായത് ഫോഗ്. നമ്മൾ വണ്ടികളിലൊക്കെ ഫോഗ് ലാമ്പ്, മഞ്ഞിലൂടെ കാഴ്ച സുതാര്യമാകുന്നതിന് വേണ്ടി പറയാറില്ലേ? അപ്പം അതുപോലെ മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ പേര് പറയുന്നത്. നേർത്തിരിക്കുന്നതാണോ അതുപോലെ കനത്തതാണോ എന്ന് പറയുന്നത്. നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. ഇനി മേഘങ്ങളാണ്. എന്താണ് മേഘങ്ങൾ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അത്രയധികം ചെറുതാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഘനീകരണ രൂപങ്ങളെ കുറിച്ചാണ്. തുഷാരം എന്തായിരുന്നു? തുഷാരം എന്ന് പറഞ്ഞത് തണുപ്പുള്ള പ്രഭാതങ്ങളില് പുൽനാമ്പുകളിലും, ഇവിടെ കാണാലോ, പുൽനാമ്പുകളിലും അതുപോലെ മറ്റ് തണുത്ത പ്രതലങ്ങളിലുമൊക്കെ ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ തുഷാരം എന്ന് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹിമമാണ്. എന്താണ് ഹിമം എന്ന് പറയുന്നത്? രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെ കുറയുന്ന പ്രദേശങ്ങളിൽ ഈ തുഷാരം നേർത്ത ഹിമകണങ്ങളായിട്ട് രൂപം കൊള്ളുന്നു. ഈ ഒരു രൂപത്തിലുള്ള ഘനീകരണത്തെയാണ് നമ്മൾ ഹിമം എന്ന് പറയുന്നത്. ഹിമമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച്
ഘനീകരണം നടത്തുമ്പോൾ മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നു. മൂടൽ മഞ്ഞ്, ഈ മൂടൽ മഞ്ഞ് 2 തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതറിയപ്പെടുന്നത് കനത്ത മൂടൽ മഞ്ഞ് എന്നാണ്, ഫോഗ് എന്നാണ് അറിയപ്പെടുന്നത്. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും അധികമാണെങ്കിൽ അതിനെ നമ്മൾ നേർത്ത മൂടൽ മഞ്ഞ്, മിസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ, സ്മോഗ് എന്നത്. സ്മോഗ് വ്യാവസായിക മേഖലകളിൽ ഈ പുകയും മൂടൽ മഞ്ഞും കൂടിച്ചേരുമ്പോൾ, സ്മോക്കും ഫോഗും കൂടിച്ചേരുമ്പോഴാണ് സ്മോഗ് ഉണ്ടാകുന്നത്. സ്മോഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സ്മോഗ്. അടുത്ത നമ്മൾ പറഞ്ഞത് മേഘമാണ്. എന്താണ് മേഘം? മേഘം എന്നാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടി പടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. മേഘങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്, നോക്കാം. ആകാശത്ത് വിവിധ തരം മേഘങ്ങൾ നമുക്ക് കാണാനാകും. മേഘങ്ങളെ അവയുടെ രൂപത്തിന്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള മേഘങ്ങൾ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാ? സിറസ് മേഘങ്ങൾ. ഇതാണ് സിറസ് മേഘങ്ങൾ. പിക്ചർ ശ്രദ്ധിക്കണം, പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്യൂമുലസ് മേഘം, പിന്നീട് നിംബസ് മേഘം, സ്ട്രാറ്റസ് മേഘം. ഇവയുടെ ഒരു കോമ്പിനേഷൻ പോലെ ഈ മേഘങ്ങൾ മാത്രമല്ല, ഇവ ഈ പറയുന്ന പോലെ ക്യുമുലോനിംബസ് മാത്രമല്ല, ഈ മേഘങ്ങൾ ഒന്നും തന്നെ ഒറ്റയ്ക്കായിട്ടല്ല കാണപ്പെടുന്നത്, പലതരം കോമ്പിനേഷനിലാണ്. അതിനൊരു ഉദാഹരണം മാത്രമാണ് ക്യുമുലോനിംബസ് മേഘങ്ങൾ. അതുപോലെ മറ്റുള്ളവയും കാണപ്പെടാറുണ്ട്. എന്താണ്? സിറസ് സ്ട്രാറ്റസ് മേഘങ്ങൾ, സ്ട്രാറ്റോ ക്യുമുലസ് മേഘങ്ങൾ, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് കാണപ്പെടാറുണ്ട് കേട്ടോ. മേഘങ്ങൾ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നവയെ നമ്മൾ പൊതുവെ മേഘങ്ങൾ എന്ന് പറയുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം എത്രയായിരിക്കും? 0.001 സെന്റിമീറ്ററിൽ താഴെയാണ് എന്നതും നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിൽ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, അതുപോലെ നിംബസ് മേഘങ്ങൾ. ഒന്നാമതായിട്ട് ഇത് എവിടെ തന്നിട്ടുണ്ട്? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന, നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു. സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ, ഒരു പിക്ചറിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി, നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്നാണ് പറയുന്നത്. സിറസ് മേഘങ്ങൾ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടല്ലേ ഇരിക്കുന്നത്? എന്താണ്? താഴ്ന്ന വിധാനങ്ങളിലാണ്. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘം. താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന കട്ടിയുള്ള കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘം എന്ന് പറയുന്നത്. സ്ട്രാറ്റസ്. ഇവിടെ നമ്മൾ സിറസ് മേഘം പറയുമ്പോൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയാണ്, വളരെ ഉയർന്ന വിധാനമാണ്, നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. എന്നാൽ സ്ട്രാറ്റസ് മേഘത്തിലേക്ക് വരുമ്പോൾ താഴ്ന്ന വിധാനമാണ്, കനത്ത പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളെയാണ് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നു. പിന്നീട് അടുത്തത് ക്യുമുലസ് മേഘങ്ങളാണ്. എന്താണ് ക്യുമുലസ് മേഘങ്ങൾ? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു തരം മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഉയർന്ന സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ് ഇവ. തൂവൽ കെട്ടുകൾ പോലെ ലംബദിശയിൽ കൂടുതലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇതിനെയാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ക്യുമുലസ് മേഘം അതുപോലെ നിംബസ് മേഘം ഇവ രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ കാണാറുണ്ട്. അങ്ങനെ കാണുന്നവയെ നമ്മൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് പറയുന്നത്. നിംബസ് മേഘവും ക്യുമുലസ് മേഘവും കൂടിച്ചേർന്ന് കാണപ്പെടുന്നതിനെ നമ്മൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിൽ മേഘങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നുണ്ട്. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ്?
ഒന്ന് വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, ഏകദേശം ഹൈ ക്ലൗഡ്സ് എന്ന് പറയുന്നത് 20,000 മുതൽ 40,000 ഫീറ്റിലായിരിക്കും. പിന്നീട് മധ്യമേഘങ്ങളാണ്, അവിടെ മീഡിയം ക്ലൗഡ്സ് ആണ്, ഏകദേശം 7,000 മുതൽ 20,000 വരെ ഫീറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. താഴ്ന്ന മേഘങ്ങൾ എന്ന് പറയുമ്പോൾ 7,000 ഫീറ്റിനേക്കാളും താഴെയായിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നാലാമത്തെ വിഭാഗമാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ക്ലൗഡ്സ് 2,000 മുതൽ 30,000 വരെ വ്യാപിച്ച് കിടക്കുകയായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ 4 തരം മേഘങ്ങളും ഇവയുടെ ഒരു കോമ്പിനേഷനും നമ്മൾ കണ്ടു. പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കാം. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ എന്ത് പേരിലാണ് നമ്മൾ പറഞ്ഞത്? താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ നമ്മൾ ക്യുമുലസ് മേഘങ്ങൾ എന്നാണ് പറഞ്ഞത്. ക്യുമുലസ് മേഘങ്ങൾ. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളെ എന്ത് പേരിൽ പറയുന്നു? നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നു. നിംബസ് മേഘങ്ങൾ. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ ഇവ കാണപ്പെടുന്നത്. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തത് കൊണ്ടാണ് ഇരുണ്ട നിറത്തിൽ നിംബസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. മേലെ സൂചിപ്പിച്ച മേഘങ്ങളൊന്നും ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം മേഘങ്ങൾക്ക് പറയുന്ന പേരുകൾ സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങളും സ്ട്രാറ്റസ് മേഘങ്ങളും കൂടി കൂടിച്ചേരുന്നു. സ്ട്രാറ്റോ ക്യൂമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റോ ക്യൂമുലസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റസ് മേഘവും അതുപോലെ ക്യൂമുലസ് മേഘവും കൂടി കൂടിച്ചേരുമ്പോഴാണ് അത്തരത്തിലൊരു മേഘം നമുക്ക് ദൃശ്യമാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്യൂമുലോ നിംബസ് മേഘം, നിംബോ സ്ട്രാറ്റസ് മേഘം, ഇങ്ങനെയൊക്കെ പേരുകളിലാണ് ഈ ഒരു കോമ്പിനേഷൻസ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ഘനീകരണത്തെക്കുറിച്ച് പഠിച്ചു, കണ്ടൻസേഷനെ കുറിച്ച് പഠിച്ചു. അടുത്തത് ഈ ഒരു ഘനീകരണ പ്രക്രിയ, തുടർച്ചയായിട്ടുള്ള ഘനീകരണ പ്രക്രിയയിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിപ്പം കൂടി വന്ന് ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ഈ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ. ഈ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ നേരത്തെ ഘനീകരണത്തിന്റെ രൂപങ്ങൾ പറഞ്ഞതുപോലെ വർഷണത്തിന്റെ രൂപങ്ങൾ മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവയൊക്കെ വിവിധ തരത്തിലുള്ള വർഷണ രൂപങ്ങളാണ്. ഇവയോരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ എന്ന് പറയുന്നത്. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തെ മഴ എന്ന് പറയുന്നു. മഞ്ഞുവീഴ്ച എങ്ങനെയാണ്? നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തെ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നു. ഇനി ആലിപ്പഴം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. 3 ടേമും നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ ആ ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തെ മഴ എന്നും നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തെ മഞ്ഞുവീഴ്ച എന്നും മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ ആലിപ്പഴം അല്ലെങ്കിൽ ആലിപ്പഴ വീഴ്ച എന്നുമാണ് പറയുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട്, നോക്കാം. ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപമാണ് മഴ എന്ന് പറയുന്നത്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. ഇതാണ് മഞ്ഞുവീഴ്ച അഥവാ സ്നോഫോൾ എന്ന് പറയുന്നത്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങൾ എവിടെയാണ് അത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിനാണ് നേരത്തെ ആഗോള താപമർദ്ദ മേഖലകളൊക്കെ പഠിച്ചിട്ടുള്ളത്. മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശം എവിടെയാണ് മനസ്സിലാക്കണേ. ആ ഒരു മാപ്പൊക്കെ നിങ്ങൾ കണ്ണിൽ വരണം കേട്ടോ. ആ ഒരു പ്രദേശത്തെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. അപ്പോഴാണ് വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നു. മഞ്ഞുവീഴ്ച.
മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി മാറുന്നു. ഇത്തരത്തിൽ മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നവയെ ആണ് നമ്മൾ, ഇത്തരത്തിലുള്ള ഒരു വർഷണ രീതിയെയാണ് നമ്മൾ ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത്. ഇതാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതില് മഴയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട്, ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപമാണ് മഴ എന്ന് പറയുന്നത്. മഴ പൊതുവെ 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് പർവ്വത വൃഷ്ടിയാണ്, പർവ്വത മഴയാണ്. രണ്ടാമത് സംവഹന മഴ, കൺവെക്ഷണൽ റെയിൻ. മൂന്നാമത് തീരദേശ മഴ. അങ്ങനെ 3 തരത്തിലാണ് പ്രധാനമായും പൊതുവെ പറയുന്നത്. അപ്പൊ മഴ എങ്ങനെയെല്ലാം രൂപപ്പെടുന്നു? ആദ്യം നമ്മൾ പർവ്വത മഴയെക്കുറിച്ചാണ് പറയുന്നത്. കടലിൽ നിന്നും നീരാവി പൂരിതമായിട്ടുള്ള കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വത വശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനുമൊക്കെ ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെയാണ് പർവ്വത മഴ, ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത് പർവ്വത മഴയെയാണ്. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശത്ത് താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതുകൊണ്ട് അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഈ പ്രദേശത്തെ നമ്മൾ മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നു. ഈ ടേംസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? പർവ്വത മഴ എങ്ങനെ ഉണ്ടാകുന്നു? കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചരിവുകളിലൂടെ ഉയർന്നുകൊണ്ട് ഘനീഭവിച്ച് മേഘങ്ങളായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാറ്റിന് അഭിമുഖമായിട്ടുള്ള ഈ ഒരു പർവ്വതത്തിന്റെ വശങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കുമ്പോൾ മറുവശത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ വരണ്ട കാറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിനെ നമ്മൾ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നു. ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി, ശൈലം എന്നാൽ പർവ്വതമാണ്, അറിയാലോ. അപ്പൊ ശൈലവൃഷ്ടി അഥവാ പർവ്വതവൃഷ്ടി എന്ന് പറയുന്നു. ഇങ്ങനെ പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ ഈ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ നമ്മൾ എന്ത് പേരിൽ പറയുന്നു? മഴനിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തില് തെക്ക് പടിഞ്ഞാറൻ മഴ ലഭിക്കുന്ന സമയത്ത് തമിഴ്നാടിന്റെ പടിഞ്ഞാറ് ഭാഗം ഒരു മഴനിഴൽ പ്രദേശമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മഴ ലഭിക്കുന്നില്ല. അതിന് കാരണം ഇതാണ് കേട്ടോ. അപ്പൊ പർവ്വത മഴ എന്താണ് നമ്മൾ കണ്ടു. അടുത്തത് സംവഹന മഴയാണ്. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞ് മഴ സംഭവിക്കാറുണ്ട്, മഴ കിട്ടാറുണ്ട് നമുക്ക്. സംവഹന പ്രക്രിയയിലൂടെയാണ് ഈ ഒരു മഴ ലഭിക്കുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് പറയുന്നു. സംവഹന വൃഷ്ടി എന്താണ്? അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുകയും തുടർന്ന് ഇടിമിന്നലോടുകൂടിയ ഒരു മഴയുണ്ടാകുന്നുണ്ട്. ഇതാണ് സംവഹന മഴ എന്ന് പറയുന്നത്, സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം, ഇവിടെ പറഞ്ഞതുപോലെ ഉഷ്ണകാലത്ത് ഉച്ച തിരിഞ്ഞുണ്ടാകുന്ന സമയത്ത് പെയ്യുന്ന മഴയെ ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കാത്ത മഴയെ ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന, ഇവിടെ പറഞ്ഞതുപോലെ ഉഷ്ണകാലത്ത് ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കാത്ത മഴയെ സംവഹന വൃഷ്ടി, സംവഹന മഴ എന്നാണ് പറയുന്നത്. ഉയർന്ന താപനിലയിലും അതുപോലെ എല്ലാ ദിവസവും ഉച്ച തിരിഞ്ഞുണ്ടാകുന്ന മഴയും മധ്യരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത്.
സംവഹന മഴ എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ സംവഹന പ്രക്രിയയിലൂടെ സംഭവിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കാത്ത മഴയാണ് സംവഹന വൃഷ്ടി. ഓക്കെ ഈ ഒരു ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന മഴ എന്നതുകൊണ്ട് തന്നെ സാധാരണയായി ഉച്ച തിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴ സംവഹന മഴ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ സംവഹന മഴയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4 മണി മഴ, 4 o'clock റെയിൻ എന്ന് വിളിക്കുന്നത് സംവഹന വൃഷ്ടിയെയാണ്. ഇനി തീരദേശ മഴ എന്ന് പറയുമ്പോൾ കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യാസപ്പെട്ടിരിക്കുന്ന സമയത്ത് കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായിട്ട് കൂട്ടിമുട്ടാൻ ഇടയാകുമ്പോൾ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും അത് മേഘരൂപീകരണത്തിനൊക്കെ കാരണമാകുകയും മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള മഴയെ നമ്മൾ തീരദേശ മഴ എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ചക്രവാത വൃഷ്ടിയാണ്. ചക്രവാത വൃഷ്ടി അതുപോലെ വാതമുഖ വൃഷ്ടിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണവ എന്ന് നമുക്ക് നോക്കാം. ഒരു ചക്രവാത വ്യവസ്ഥയിൽ, ചക്രവാതവും പ്രതിചക്രവാതവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും ഇത് കാരണമാകുന്നുണ്ട്. ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്നത് ഘനീകരണത്തിന് കാരണമാവുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ചക്രവാത വൃഷ്ടി, സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നു. ചക്രവാത വൃഷ്ടി. ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് പറയുന്നത്. ഇതാണ് വാതമുഖം. ഉഷ്ണ ശീത വായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന ഒരു മേഖലയാണ് വാതമുഖം എന്ന് പറയുന്നത്. ആ ഒരു അതിരിനെ നമ്മൾ വാതമുഖം, ഫ്രോണ്ട് എന്ന് പറയുന്നു. അതിനാൽ ഇത്തരം മഴയെ വാതമുഖ മഴ അല്ലെങ്കിൽ ഫ്രോണ്ടൽ റെയിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു മഴയെ നമ്മൾ വാതമുഖ മഴ, ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മഴ, എങ്ങനെയൊക്കെ അവ രൂപപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. എന്താണ് അതിതീവ്ര മഴ, അതുപോലെ എന്താണ് മേഘവിസ്ഫോടനം എന്നുള്ളത് നമുക്ക് നോക്കാം. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെ നമ്മൾ അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെ അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണമാകുന്നുണ്ട്. മിന്നൽ പ്രളയം ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നു. മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് അതിനെ മേഘസ്ഫോടനമായി കണക്കാക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് പർവ്വത മേഖലകളിലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ ഉണ്ടാകുന്ന മഴയെ അതിതീവ്ര മഴ എന്ന് പറയുന്നു. ഈ അതിതീവ്ര മഴ കാരണം മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നു. മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നു. മേഘവിസ്ഫോടനം കൂടുതൽ ഉണ്ടാകുന്ന എവിടെയാണ്? പർവ്വത മേഖലകളിലാണ്. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല എന്നീ പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘസ്ഫോടനം മൂലമുണ്ടാകുന്ന അതിതീവ്ര മഴ കാരണമാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2024 മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘസ്ഫോടനം കാരണമാണ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മേഘസ്ഫോടനം എന്താണ് എന്നത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്, കവളപ്പാറ, പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല ഇവയൊക്കെ ഏത് ജില്ലയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുമുണ്ട്. ഈ സ്ഥലങ്ങൾ എവിടെയാണ്, ഈ പ്രദേശങ്ങൾ എവിടെയാണ്, ഏത് ജില്ലയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്.
നമ്മുടെ ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും നിലനിർത്തുന്നത് ആരാണ്? സൂര്യനാണ്. അതുപോലെ ഭൂമിക്ക് ഒരു സ്വാഭാവിക താപസന്തുലന സംവിധാനവും ഉണ്ട്. അന്തരീക്ഷത്തിന്റെ ഘടക സംരചനയിൽ ത്വരിത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ താപസന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. സ്വാഭാവികവും മനുഷ്യജന്യവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആഗോള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായിട്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിന്റെ ലോല സന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. അങ്ങനെ വലിയൊരു ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. ശ്രദ്ധിച്ച് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളിത് പഠിച്ച് ഫിനിഷ് ചെയ്യും, എക്സാമിന് ചോദിക്കാം, നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.